ഉത്തർപ്രദേശിലെ ഫിറോസാബാദിൽ ഭാര്യയും സുഹൃത്തും ചേർന്ന് ഭർത്താവിനെ വിഷം കൊടുത്തു കൊന്നു. കൊലപാതകം ആസൂത്രിതമായി നടപ്പിലാക്കിയതാണെന്ന് പോലീസ് കണ്ടെത്തി. സുനിലിന്റെ അമ്മ മകന്റെ മരണത്തിൽ സംശയമുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം തുണ്ട്ല പോലീസിൽ പരാതി നൽകിയിരുന്നു. ജൂലൈ 24-ന് മകൻ സുനിലിന്റെ മരണത്തിൽ അസ്വാഭാവികത ആരോപിച്ച് സുനിലിന്റെ അമ്മ തുണ്ട്ല പോലീസിന് പരാതി നൽകുന്നു. തുടർന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. എന്തോ വിഷാംശമുള്ളിൽ ചെന്ന് മരണം സംഭവിച്ചതാണെന്ന് ആദ്യഘട്ട പരിശോധനയിൽ പോലീസ് തിരിച്ചറിഞ്ഞു. എന്നാൽ അതൊരു ആസൂത്രിത കൊലപാതകമാണെന്ന സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സുനിലിന്റെ അമ്മ ആവർത്തിച്ചാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് പോലീസ് കുറച്ചുകൂടി വിശദമായി കാര്യങ്ങൾ അന്വേഷിച്ചത്. മെയ് 13-ന് സുനിലിന്റെ ശരീരത്തിൽ വിഷബാധയേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെന്ന വിവരം പോലീസിനെ സംബന്ധിച്ച് നിർണായകമായിരുന്നു. വിഷമുള്ളിൽ ചെന്ന് മരിച്ച സുനിലിനെ നേരത്തെയും വിഷമുള്ളിൽ ചെന്ന് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു എന്നത് തീർത്തും അസ്വാഭാവികമായി തോന്നി. പിന്നീടുള്ള അന്വേഷണത്തിൽ സുനിലിന്റെ ഭാര്യ മറ്റൊരാളുമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസിന് മനസ്സിലായി. ചില സംശയങ്ങളുണ്ടെന്നറിയിച്ച് അന്വേഷണ സംഘം ആദ്യം ഭാര്യയെയും തുടർന്ന് സുഹൃത്തിനെയും സ്റ്റേഷനിൽ വിളിച്ച് ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ ഇരുവർക്കും കഴിഞ്ഞില്ല. സുനിലിനെ എങ്ങനെ കൊല്ലാമെന്നും ആരും സംശയിക്കാതെ എങ്ങനെ കൊലപാതകം നടപ്പിലാക്കാമെന്നും ഭാര്യയും സുഹൃത്തും മാസങ്ങൾ നീണ്ട ആസൂത്രണം നടത്തി. ആസൂത്രണത്തിന്റെ തുടർച്ചയായിട്ടാണ് കൊലപാതകം നടത്തുന്നത്. മെയ്യിൽ സുനിൽ ആശുപത്രിയിലായതും ഭക്ഷണത്തിൽ കലർത്തി നൽകിയ വിഷം ഉള്ളിൽ ചെന്നായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞു. ഒരു പാഴ്സൽ സർവീസ് വഴിയാണ് വിഷം ഓർഡർ ചെയ്ത് വരുത്തിയതെന്ന് സുനിലിന്റെ ഭാര്യയും സുഹൃത്തും പോലീസിന് മൊഴി നൽകി. ഏതാണ് വിഷമെന്നും ഏത് പാഴ്സൽ സർവീസിലൂടെയാണ് വിഷമെത്തിയതെന്നുമുള്ള വിവരം പോലീസ് പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ചോദ്യം ചെയ്യലിന് പിന്നാലെ വിഷക്കുപ്പിയും വിഷമടങ്ങിയ പാത്രവും പോലീസ് കണ്ടെടുത്തു. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. സുനിലിനെ ഒഴിവാക്കുക മാത്രമായിരുന്നു ആസൂത്രിതമായ കൊലപാതകത്തിന് പിന്നിലെ ലക്ഷ്യമെന്ന സംശയം പോലീസിനുണ്ട്. സുഹൃത്തുമായുള്ള ബന്ധമാണ് സുനിലിനെ കൊല്ലാൻ കാരണമെന്ന് സുനിലിന്റെ അമ്മയും ബന്ധുക്കളും പോലീസിനോട് പറയുന്നുണ്ട്. ചില ദുരൂഹതകൾ കൂടി കേസിന് പിന്നിലുണ്ടെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘമെന്ന് ഫിറോസാബാദ് SP രവിശങ്കർ പ്രസാദ് അറിയിച്ചു. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.